ദി കിങ്, വാഷിംഗ്ടൺ കിങ്, കല്ലേ പിളർക്കുന്ന രാജശാസനകൾ, കൽപ്പനകൾ, എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ, കവല തോറും പെരുമ്പറ കൊട്ടി വായിക്കുന്ന കിങ്കരന്മാരായ സ്റ്റേറ്റ് സെക്രട്ടറിമാർ, രാജാവ് ചമഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ട്രംപിനെ ചക്രവർത്തിയാക്കാൻ തുനിഞ്ഞിറങ്ങിയവർ, ട്രംപിൻ്റെ വക വെട്ടൊന്ന് മുറി രണ്ട് ചപല തീരുമാനങ്ങൾ ഒന്നല്ല നിരവധി, പറയുന്നതൊക്കെ പലതവണ മാറ്റി പറയുന്ന അമേരിക്കൻ കാട്ടു രാജാവാണിത്. പിന്നെ തൻ്റെ ട്രൂത്ത് മാധ്യമം വഴി മന്ത്രവാദിയെപ്പോലെ കുറേ കോൺസ്പിറസി തിയറികളും. ഇതിനൊക്കെ വിവിധ നിരീക്ഷകർ കൽപ്പിച്ച് തിട്ടുവരം ചാർത്തി നൽകിയ പേര് ട്രംപിസം. ട്രംപ് സ്വയം ഒരു ഔപചാരിക സൈദ്ധാന്തികനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തത്വചിന്തയും വിവരിക്കാൻ മനസ്സുകൊണ്ടും മനസ്സ് മടുത്തുമൊക്കെ നിരീക്ഷകർ ഈ പദം പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അഭിനവ വാഷിംഗ്ടൺ രാജാവിൻ്റെ ഈ ചെയ്തികളെയൊക്കെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നൊരു പേരുണ്ട്. മനോരോഗമല്ല, ചിത്തഭ്രമം. അതൊരു മാനസിക രോഗമല്ല കേട്ടോ. ആ ചിത്തഭ്രമം തീർക്കാൻ അമേരിക്ക ഇളകി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നോക്കിങ്സ് റാലി. ഒന്നല്ല, 10 അല്ല, 100 അല്ല, ശനിയാഴ്ച മാത്രം US തെരുവുകളിൽ ഇറങ്ങിയത് 2500-ലധികം റാലികൾ. ഇതൊക്കെ വരാനിരിക്കുന്ന വലുതൊരെണ്ണത്തിൻ്റെ തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. തക്കം പാർത്തിരിക്കുകയാണ് ഇലോൺ മസ്ക് മുതൽ ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഉത്തര കൊറിയ, ചൈന, വെനിസുല, ആഫ്രിക്കൻ സൈനിക രാജ്യങ്ങൾ, കൊളംബിയ, എന്തിനേറെ ട്രംപിൻ്റെ സ്വന്തം പാകിസ്ഥാൻ പോലും. ആ രാജാവൊന്ന് അടിപതറി കണ്ടുകിട്ടാൻ, തങ്ങൾക്ക് കിട്ടിയ തിരിച്ചടികൾക്ക് പ്രതികാരം ചെയ്യാൻ ഇവരെല്ലാം കാത്തിരിക്കുകയാണ്. ഐക്യനാടുകളുടെ ഫെഡറൽ സർക്കാരിനെ പോലും അടച്ചു പൂട്ടിച്ച് ഈ രാജാവ് കാട്ടുന്ന അഹങ്കാരത്തിന് കണക്ക് ചോദിക്കാൻ ഇപ്പോഴാ ആ നാടും നാട്ടുകാരും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ട്രംപിൻ്റെ ദുർഭരണത്തിന് കടിഞ്ഞാനിട്ട ഡെമോക്രാറ്റുകൾ കടുത്ത നിലപാടിൽ തന്നെയാണ്. റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകൾ സൈന്യത്തെ ഇറക്കി പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ തുടങ്ങിയിരിക്കുന്നു. മണ്ടത്തരമെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ? ട്രംപ് ഒരുമ്പെട്ടാൽ ലോകരാജ്യങ്ങളെക്കാൾ ഇപ്പോൾ കേട് ഐക്യനാടുകൾക്ക് തന്നെയാണ്. താരിഫുകൾ ഉയർത്തി ലോകക്രമത്തിൻ്റെ താറുമാറാക്കി, സ്വന്തം ഗവൺമെൻറ്റിനെ അടച്ചുപൂട്ടി, സർക്കാർ ജീവനക്കാരെ വ്യാപകമായി പിരിച്ചുവിട്ട് അവരുടെ വേതനം ഇല്ലാതാക്കി, സൈന്യത്തിൻ്റെ വേതനം പിടിച്ചുവെച്ച്, നഗരങ്ങളിൽ സൈന്യത്തെ ഇറക്കി കുടിയേറ്റക്കാരെ വേട്ടയാടി, വിസ നിയമങ്ങൾ കർശനമാക്കി കുടിയേറ്റം അസാധ്യമാക്കി, കോടതികളിൽ നിന്നും നിരന്തരം ഭീഷണികൾ കാട്ടി തിരിച്ചടികൾ വാങ്ങിയെടുത്ത്, പിന്നെ ഇന്ത്യയെയും കാനഡയും പോലുള്ള മിത്രരാജ്യങ്ങളെപ്പോലും ബദ്ധശത്രുക്കളായി പിണക്കി, അങ്ങനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം അടുത്ത തവണയെങ്കിലും അടിച്ചെടുക്കാൻ ട്രംപിന് എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം. എത്ര കാലം ഇനി ട്രംപ് പ്രസിഡന്റ് പദവിയിൽ ഉണ്ടാകുമെന്നതും കാത്തിരുന്ന് കാണണം. ജോ ബൈഡൻ്റെ ഭരണകാലത്ത് വൈറ്റ് ഹൗസിൽ വരെ പ്രതിഷേധക്കാരെ കയറ്റിയ, പിന്നെ അവരെല്ലാം അധികാരത്തിലേറിയപ്പോൾ ഫെഡറൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുറ്റവിമുക്തരാക്കിയ ട്രംപിന് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധ റാലികളിൽ, നോക്കിങ്സ് റാലികളിൽ ഒരു എതിർന്യായവും പറയാനാകില്ല എന്നതാണ് സത്യം. ഇനി അമേരിക്ക പറയട്ടെ എന്താണ് അവർക്ക് വേണ്ടതെന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച